അറിയാൻ വേണ്ടി പ്രത്യേക ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. And I think looking forward from here, if we focus on building the tourism industry, strengthening homestays, showing everybody across India and the world what a beautiful destination this is, we can boost employment here, we can build your industry, and we can provide a better future for the young people of Wayanad. വയനാട്ടിലെ വിനോദസഞ്ചാര മേഖലയെ ശക്തിപ്പെടുത്തുന്നതിലൂടെ, ഇവിടുത്തെ ഹോം സ്റ്റേകളെ ശക്തിപ്പെടുത്തുന്നതിലൂടെ മറ്റു ഭാഗത്തുള്ളവർക്ക്, ഈ രാജ്യത്തിന്റെ മറ്റു ഭാഗത്തുള്ളവരോട് എത്ര മനോഹരമാണ് വയനാട് എന്ന് പറഞ്ഞ് ഇവിടേക്ക് ആളുകളെ കൊണ്ടുവരുന്നതിലൂടെ ഇവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഒരു ഭാവി ഉണ്ടാക്കാൻ, ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് മെച്ചപ്പെട്ട ഒരു ഭാവി ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. I also believe that strengthening the farming sector so that farmers should not be feeling the kind of distress they are feeling is key to providing better employment opportunities for you. അതുപോലെ തന്നെ ഇവിടെ മെച്ചപ്പെട്ട തൊഴിലവസരങ്ങൾ ഉണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുകയാണ്. കർഷകർക്ക് ഇത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരു അവസ്ഥ ഉണ്ടാക്കുകയാണ്. You grow such beautiful crops here, such beautiful spices. You have coffee, tea, rubber, cinnamon, all sorts of beautiful things. And those should be beautifully marketed for the whole world as well. നിങ്ങൾ ഇവിടെ കാപ്പി, തേയില, അതുപോലെ കറുവാപ്പട്ട, അതുപോലെ മനോഹരമായ സുഗന്ധദ്രവ്യങ്ങൾ, വിളകളാണ് നിങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നത്. അതൊക്കെ ഈ ലോകം മുഴുവനുള്ള വിപണിയിലേക്ക് നമുക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ സാധിക്കണം. So I think that these two major areas should be a focus for us in the future. അതുകൊണ്ട് നമുക്ക് ഭാവിയെ പറ്റി ചിന്തിക്കുമ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട മേഖലകളിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് ഞാൻ കരുതുന്നു. But as we fight for a stronger and better future for you, we are also, all of us in the UDF, in the India Alliance, the Congress Party, my brother and I, we are all also engaged in a big battle. നിങ്ങൾക്ക് മെച്ചപ്പെട്ട ഭാവി നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം നടക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും കോൺഗ്രസ് പാർട്ടിയിലും ഐക്യജനാധിപത്യ മുന്നണിയിലും ഇന്ത്യ മുന്നണിയിലുമുള്ള, അതുപോലെ എൻ്റെ സഹോദരനും ഞാനും ഉൾപ്പെടെയുള്ള എല്ലാവരും ഒരു വലിയ പോരാട്ടം കൂടിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. And that battle that we are fighting is a battle for the spirit of India. ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ പോരാട്ടം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ ചൈതന്യത്തിന് വേണ്ടി, ഇന്ത്യയുടെ ചൈതന്യത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. It is a battle for everything that our ancestors believed in and fought for. നമ്മുടെ പൂർവ്വ പിതാമഹന്മാർ വിശ്വസിച്ച എല്ലാറ്റിനും വേണ്ടിയും അവർ എന്തിനൊക്കെയോ പോരാടിയോ അതിനു വേണ്ടിയുള്ള ഒരു പോരാട്ടമാണത്. For everything that our martyrs died for. നമ്മുടെ രാജ്യത്തെ രക്തസാക്ഷികൾ എന്തിനൊക്കെ വേണ്ടിയാണോ